നമസ്കാരം. തമിഴകത്തിന്റെ തലൈവറാകാൻ വിജയ് ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വിജയ്ക്കൊപ്പം 9 മന്ത്രിമാർ കൂടി ഉണ്ടാകുമെന്നാണ് വിവരം. തമിഴക വെട്ടിക്കഴകത്തിന് സർക്കാർ ഉണ്ടാക്കാൻ പിന്തുണ നൽകും എന്നാണ് കോൺഗ്രസ് നിലപാട്. DMK-യുമായുള്ള ദശകങ്ങൾ നീണ്ട ബന്ധം ഉപേക്ഷിച്ചാണ് വിജയെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. BJP-യുമായി ഒരു ബന്ധവും പാടില്ല. സർക്കാരുണ്ടാക്കാൻ BJP-യുടെയോ NDA സഖ്യകക്ഷികളുടെയോ പിന്തുണ തേടരുത്. പൂർണ്ണമായും മതനിരപേക്ഷ ചേരിയിൽ ഉറച്ചു നിൽക്കണം എന്നിങ്ങനെയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ. അതേസമയം കോൺഗ്രസ് പിന്തുണയിൽ കടുത്ത വിമർശനവുമായി DMK രംഗത്തെത്തിയിരിക്കുകയാണ്. DMK-യുമായി സഖ്യം ഉള്ളതിനാൽ ആണ് ഇത്തവണ കോൺഗ്രസിന് 5 സീറ്റുകൾ എങ്കിലും വിജയിക്കാൻ കഴിഞ്ഞത് എന്നും ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നുവെങ്കിൽ സംപൂജ്യരാകുമായിരുന്നു എന്നുമാണ് DMK വക്താവ് ശരവണൻ തുറന്നടിച്ചത്. കോൺഗ്രസ് പിന്നിൽ നിന്നു കുത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ തന്നെ പിന്തുണച്ച ജനങ്ങളെക്കാൾ ഉപരിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് വിജയ് നന്ദി രേഖപ്പെടുത്തിയത്. ഇങ്ങനെ ഒരാളെയാണോ രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടിയാണ് ശരവണൻ ചോദിച്ചത്. DMK സഖ്യത്തിൽ മത്സരിച്ച CPIM, CPI, മുസ്ലിം ലീഗ്, VCK, DMDK കക്ഷികളുടെ പിന്തുണയും ഏറെ നിർണായകമാകും. എന്തായാലും എതിരാളികളെ ഞെട്ടിച്ച വിജയുടെ വരവ് തമിഴ് രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങൾ അടിമുടി മാറ്റുമെന്ന് ഉറപ്പാണ്. ദേശീയ തലത്തിൽ BJP-ക്കെതിരെ ഒന്നിച്ചു നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിലും വലിയ വിള്ളലുകൾ ഉണ്ടായേക്കാം. ന്യൂസ് റൺസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം.